മന്ത്രി നിർബന്ധമായിട്ട് എല്ലാ ഡാഷനോടാക്കുന്നു പറഞ്ഞു. നമ്മൾ ഇന്നത്തെ വേദന കളിയാൻ നമ്മൾ തയ്യാറില്ല. പണിമുടക്ക് ആയിക്കോട്ടെ, നമ്മുടെ പണിമുടക്ക് നിങ്ങൾ ബസ്സായിട്ട് വിളിച്ച് നമ്മൾ കഴിഞ്ഞ പണിമുടക്ക് ജീവനക്കാർക്ക് വീണ്ടും സമരല്ലേ? ഏത് മാസം ശമ്പളം നമുക്കിന്ന് അറ്റൻഡൻസ് ഇല്ല. കഴിഞ്ഞ പ്രാവശ്യം മന്ത്രി പറഞ്ഞ് ജീവനക്കാർക്ക് എല്ലാവർക്കും ശമ്പളം കൃത്യമായിട്ട് കൊടുക്കുന്നത് നീ കിട്ടിയില്ല. നീക്ക് ഏതെങ്കിലും ഒരു മാസം ശമ്പളം കിട്ടാനില്ല. ശമ്പളം കിട്ടിയില്ലല്ലോ. അപ്പൊ ആ മന്ത്രി അന്ന് പറഞ്ഞ ഞാൻ ചോദിക്കട്ടെ മന്ത്രി പറഞ്ഞ നമുക്കൊരു DA തരാം. കഴിഞ്ഞ നമ്മൾ ഞാൻ ചോദിക്കട്ടെ, ഓവർ ടൈമല്ലേ ജോലി ചെയ്യുന്നത്? 12 മണിക്കൂറിൽ മേലെ ജോലി ചെയ്തിട്ട് നമുക്ക് ഓവർ ടൈം അലവൻസ് വരുന്നില്ല. എത്ര ഓവർ ടൈം അലവൻസ് വരുന്നത്? 13-14 മണിക്കൂർ ജോലി സംഘടന എന്ന് പറഞ്ഞിട്ട് തരാതെ എങ്ങനെയാ സമരം ചെയ്യണ്ടേ? എങ്ങനെയാ സമരം ചെയ്യണ്ടേ? എന്ത് മന്ത്രി പറഞ്ഞിട്ട് എങ്ങനെയാ സമരം ചെയ്യണ്ടേ? അതെ, എങ്ങനെയാ മന്ത്രി നിർബന്ധമായിട്ട് എല്ലാ ഡാഷനോടാക്കുന്നു പറഞ്ഞു. നമ്മൾ ഇന്നത്തെ വേദന കളിയാൻ നമ്മൾ തയ്യാറില്ല. എന്ന് പണി എടുക്കുകയുമില്ല, എടുപ്പിക്കുകയുമില്ല. ഏതാണ് സഹോദരൻ? എന്താണ് അവിടെ ഉണ്ടായ തർക്കം? കണ്ണൂർ KSRTC ഡിപ്പോയിൽ ഇന്ന് രാവിലെ ചില ഡ്രൈവർമാർ സർവീസ് നടത്താൻ തയ്യാറായി വന്നു. പ്രത്യേകിച്ച് ഡയസ്നോൺ അടക്കം പ്രഖ്യാപിച്ചു. മന്ത്രി അടക്കം പറഞ്ഞു പണിമുടക്കില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ എത്തിയ ജീവനക്കാരെയാണ് CITUവിന്റെ ആളുകൾ എത്തി ഒരു വാക്കേറ്റത്തിലേക്ക് ഒക്കെ പോയത്, ഒരു തർക്കത്തിലേക്കൊക്കെ പോയത്. ഏതായാലും ഈ ഡ്രൈവറാണ്, ഇദ്ദേഹമാണ് ഇവിടെ ബസ് സർവീസ് നടത്താനായി എത്തിയത്. ചേട്ടാ, എന്താണ് പ്രശ്നം? ഞാൻ 6:20 ചെറുപുഴ എന്ന് പറഞ്ഞ ഒരു സർവീസ് ഉണ്ട്. ആ സർവീസ് പോകാൻ വേണ്ടി വന്നതാണ്. മന്ത്രി ഇന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ ഇന്നത്തെ ദിവസം എല്ലാവരും സർവീസിന് ഹാജരാകണം. ഹാജരായില്ലെങ്കിൽ ഇന്ന് ഡാഷനോണാണെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇന്ന് ജോലിക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ജോലിക്ക് വന്ന സമയത്ത് സാധാരണ ഒരു കാർഡ് തരും. ആ കാർഡ് ഒന്നുമില്ല. തായൽ വന്ന് സ്റ്റേഷൻ മാസ്റ്റർ അടുത്ത് സമയം വെച്ച് ഒപ്പിട്ടിട്ടാണ് ഉള്ളത്. ഒപ്പിട്ടിട്ടില്ലെങ്കിൽ ഡാഷനോണാണ്, ഡ്യൂട്ടി കിട്ടണമെങ്കിൽ ഒപ്പിടണം. അപ്പോൾ ഇവർ സർവീസുകളൊന്നും അയക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒപ്പിട്ടില്ല. പോകാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഇന്ന് ബസ് അയക്കുന്നില്ല എന്ന് ഇവർ പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളിവിടെ നിൽക്കുന്നതാണ്. 8 മണിക്കൂർ ഇവിടെ നിൽക്കണം. അങ്ങനെയാണ് അതിൻ്റെ ഇത്. അപ്പോൾ ഞാൻ ഡ്രൈവേഴ്സ് യൂണിയനില്ല. 1% DA പോലും ഇല്ല.